കുറുപ്പ് സാറ് ചേരുന്നുണ്ട് കേട്ടോ. കുറുപ്പ് സാറിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അഖിൽ, കുറുപ്പ് സാറേ നമസ്കാരം. ഇപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിലൊക്കെ പിരിഞ്ഞതാണ്. പക്ഷേ ഇന്ന് രാവിലെ വിയപുരത്തിനൊരു പരാതിയുണ്ട്. വിയപുരം ഒരു പരാതി നൽകിയിട്ടുണ്ട്. വിയപുരം പറയുന്നത് ഈ മൈക്രോ സെക്കൻഡും മില്ലി സെക്കൻഡും ഒക്കെ എടുക്കുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആദ്യമേ ഒന്ന് വിശദീകരിക്കേണ്ടേ. 10 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് ഈ റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കുറുപ്പ് സാർ? അല്ല, ഇത് വളരെ ഒരു നേക്കഡ് ഐ കൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ളൊരു ഫിനിഷായിരുന്നു വള്ളത്തിന്റെ. അതെ. അപ്പൊ അത് ഞാൻ ഇന്ന് ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് പ്രധാന വേദിയിലാണ്. അവിടുന്ന് ഒരു 10 മീറ്റർ മാറിയ ഒരു 5 മീറ്റർ കൂടെ മുന്നോട്ട് മാറിയാണ് വള്ളം ഫിനിഷ് ചെയ്യുന്നത്. 10ൽ ഒരു 5 മീറ്റർ. അപ്പോ എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഈ 3 വള്ളങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെ, 4 ഒരുപോലെ വന്നു. പക്ഷെ 3 വള്ളങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വന്നു. അവസാനം 2 വള്ളങ്ങൾ വളരെ നെക്ക് ടു നെക്ക് ആയിട്ടാണ് ഫിനിഷ് ചെയ്യാൻ പോയത്. അപ്പോ അവിടെ ഒരു ഘട്ടത്തിൽ ഒരു 5-10 മീറ്റർ ഇപ്പുറത്ത് വെച്ച് ഒരു ഘട്ടത്തിൽ വിയപുരം മുന്നിൽ, പിന്നെ കാരിച്ചാൽ വരുന്നു, ഒപ്പം വന്നു. അവര് ഇങ്ങനെ മാറിയും കയറിയുള്ള ഒരിതിലാണ് വരുന്നത്. അപ്പൊ ഈ പറയുന്നതൊക്കെ ഒരു വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് എ മിനിറ്റ് സെക്കൻഡ് വള്ളം ഫിനിഷ് ചെയ്തും കഴിഞ്ഞു. അപ്പൊ ആ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു തീർച്ചയായും റിസൾട്ട് പിന്നെ വരാൻ സാധാരണ റിസൾട്ട് വരുന്നതിലും കുറച്ചുകൂടെ ക്വിക്കായിട്ട് റിസൾട്ട് വന്നു. അതുകൊണ്ട് കുറുപ്പ് സാറ് അട്ടിമറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കുറുപ്പ് സാറിന്റെ നിഗമനം എന്താ? ഇല്ല, എനിക്ക് അട്ടിമറിയെ പറ്റി പറയാൻ, ഒന്നാമത് എനിക്കത് പറയാനുള്ള അർഹതയില്ല. കാരണം ഞാൻ സംഘാടക സമിതിയുടെ ഭാഗമാണ്. രണ്ടാമത്തേത്, അങ്ങനെ എന്തെങ്കിലും അട്ടിമറി നടന്നതായിട്ട് എനിക്ക് അറിവൊന്നുമില്ല. പക്ഷെ ഒരു സീരിയസ് ആയ തർക്കം വന്നു വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ ഭാഗത്തു നിന്ന്. ഈ വള്ളം നമ്മളെ സമ്മാനം പ്രഖ്യാപനം വരുമ്പോൾ തന്നെ കളക്ടറാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത്. കളക്ടർ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതേപ്പറ്റി വലിയ സീരിയസ് ആയ തർക്കം വന്നു. വില്ലേജ് ബോട്ട് ക്ലബിന്റെ ഭാരവാഹികൾ മുഴുവൻ പേരും പലരും അവിടെ കയറി വന്നു. അദ്ദേഹം എനിക്കറിയുന്ന പലരും ഉണ്ടായിരുന്നു. അവര് വളരെ ഗുരുതരമായ പരാതിയുമായി മുന്നോട്ട് വന്നു. അപ്പോ സാധാരണ ഫലം പ്രഖ്യാപിച്ചു പോയാൽ, പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അവരെ കാണിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ അതിനൊരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ ഫലം പ്രഖ്യാപിച്ചാൽ, പ്രത്യേകിച്ച് ജില്ലാ കളക്ടറാണ് ഫലം പ്രഖ്യാപിച്ചത്, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്ന റെമഡി എന്ന് പറയുന്നത് പിന്നെ ജൂറി ഓഫ് അപ്പീൽ ആരാണോ ആ ജൂറി ഓഫ് അപ്പീലിന് പരാതി കൊടുക്കുക, അവരെ കൊണ്ട് അത് റിവ്യൂ ചെയ്യിപ്പിക്കുക. പിന്നെ അല്ലെങ്കിൽ ലീഗൽ റെമഡി, അതൊക്കെയാണ് അതിന്റെ. പക്ഷെ അതിന്റെ ഒരു ശോഭ കെടുത്തും. അതാണ് ഒരു പ്രശ്നം കുറിപ്പ് സാറേ. കാര്യം നമ്മൾ വലിയ ആവേശത്തിൽ ഇത് സംഘടിപ്പിച്ച് അവസാനം വരുന്ന സമയത്ത് അല്ലേ അതിന്റെ ഒരു ശോഭ കെട്ടുപോകുന്ന എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ അതെ കറക്റ്റാണ്. മാത്രമല്ല ഇത് ഈ മില്ലി സെക്കൻഡിലേക്കൊക്കെ പോകുമ്പോൾ ശരിയാണ്, നമ്മുടെ സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് നമുക്ക് അതിനെ സംശയിക്കാനും കഴിയില്ല. പക്ഷെ അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൽ മതി എന്നാണ് വില്ലേജ് ബോട്ടുകൾ ബോധ്യപ്പെടുത്തേണ്ടത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. എനിക്ക് നിഷ്പക്ഷമായിട്ട് ഈ കാര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് സാറേ. അല്ല, കുറിപ്പ് സാർ പറഞ്ഞത് വളരെ കറക്റ്റാ. അവരെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. അപ്പൊ ഇനിയെങ്കിലും ഈ സംഘാടകരൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാര്യം. ആ വില്ലേജ് ബോട്ട് ക്ലബിലെ കറക്റ്റാ. എങ്ങനെയായാലും അവരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതിന് അവർക്ക് അർഹതയുള്ളതാണ്. ശരിയാണ്. അപ്പം നോക്കട്ടെ, എന്തായാലും ഇനിയിപ്പോൾ അവരെ വിശദീകരിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് കാര്യം ബോധ്യമാവും. ഇതിങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാര്യം ബോധ്യമാവും. എന്തായാലും നമ്മളോട് വന്ന ഒരു പ്രതികരണം പറഞ്ഞു, മാത്രമല്ല പരാതിയും കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ കുറിപ്പ് സാറേ സുഖമായിരിക്കുന്നുണ്ട് തോന്നുന്നു. ഇന്നലെ ക്ഷീണം ഉണ്ടായിരിക്കണം. നന്നായിരിക്കുന്നു. അരുൺ ഇങ്ങനെ ഒരു വളരെ വികാരപരമായും ആവേശപരമായും നമ്മുടെ വള്ളംകളിയെ പ്രൊമോട്ട് ചെയ്തു. ഞങ്ങൾ പല യോഗങ്ങളിലും സംസാരിക്കുകയും ചെയ്തു. താങ്ക് യു കുറിപ്പ് സാറേ. കാരണം അങ്ങേക്കും ആശംസകൾ. താങ്ക് യു കുറിപ്പ് സാറേ. ഓക്കെ, അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ആ തർക്കങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ റിപ്പോർട്ടർ അനഘയുണ്ട്. അനഘ, ആ കുറിപ്പ് സാറും പറയുന്നത് പരാതി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. കാര്യം മില്ലി സെക്കൻഡുകളിലേക്ക്, മൈക്രോ സെക്കൻഡുകളിലേക്കൊക്കെ മത്സരം നീളുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശങ്കയും സംശയവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് കൃത്യമായിട്ട് അവരെ ആ സമയത്തൊന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു എന്നാണ് കുറിപ്പ് സാറും പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവരെ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിയാൽ കാര്യം അവസാനിക്കുമോ അനഘ? കാര്യം അല്ലെങ്കിൽ ഈ നെഹ്റു ട്രോഫിയുടെ ഒരു ശോഭ കെട്ടുപോകുന്ന രീതിയിലുള്ളതാണ് ഈ ആരോപണങ്ങളെല്ലാം വരുമ്പോൾ. അനഘ?
അരുൺകുമാർ, ഇവരും ഉന്നയിക്കുന്നതും അതുതന്നെയാണ്. ഇന്നലെ വിജയെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ക്യാപ്റ്റൻ അടക്കം ആ പവലിയനിലേക്ക് എത്തിയിരുന്നു. ഏത് ഡിജിറ്റൽ ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് നിങ്ങൾ വിധി നിർണ്ണയിച്ചത്? അത് തങ്ങൾക്ക് കൂടെ കാണണം, തങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ ആ സമയത്ത് അവിടെ എത്തിയിരുന്നത്. പക്ഷേ അവരെ ഇതിനൊന്നും അനുവദിച്ചിരുന്നില്ല. അതാണ് ഇപ്പോഴും അവർ ഉന്നയിക്കുന്നത്. ഏത് ഡിജിറ്റൽ ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് നിങ്ങൾ വിധി നിർണ്ണയിച്ചത്? അത് തങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തണം. അവർ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇത് മാത്രമാണ്. കാര്യങ്ങൾ അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഈ നെഹ്റു ബോട്ട് ക്ലബ്ബ് സമിതിക്കടക്കം ഉണ്ട്. അഖില അടക്കമുള്ളവരുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഇത് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് സാങ്കേതിക വിദഗ്ധർ എല്ലാവരും ഇപ്പോൾ നമ്മളോട് വ്യക്തിപരമായിട്ടും അതല്ലാതെയും എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ നിലവിൽ ഈ കണക്ക് എങ്ങനെയാണ്: 4 മിനിറ്റ് 29 സെക്കൻഡ്, അതിനുശേഷം പിന്നീട് വരുന്നത് മില്ലി സെക്കൻഡ്, പിന്നീടാണ് മൈക്രോ സെക്കൻഡ് വരിക. ഈ 1000 മൈക്രോ സെക്കൻഡ് ആണ് 1 മില്ലി സെക്കൻഡായിട്ട് വരിക. 1000 മൈക്രോ സെക്കൻഡാണ് 1 മില്ലി സെക്കൻഡായിട്ട് വരുന്നത്. അപ്പോൾ പ്രേക്ഷകർ നോക്കൂ, 0.785 മൈക്രോ സെക്കൻഡ് ആണ് അല്ലേ? 0.785 മൈക്രോ സെക്കൻഡ്. ഒരു മില്ലി സെക്കൻഡിനെ മൈക്രോ സെക്കൻഡാക്കി നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ, അതിലേക്ക് മാറ്റുമ്പോൾ ആ സൂക്ഷ്മമായ വ്യത്യാസം അതിലുണ്ടാവും. അതാണ് കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 4 മിനിറ്റ് 29 സെക്കൻഡ് അതുവരെ കറക്റ്റാണ്. അത് കഴിഞ്ഞ് 0.79 എന്നാണ് സ്ക്രീനിൽ ആദ്യം വന്നത്. അത് മില്ലി സെക്കൻഡാണ്. ആ മില്ലി സെക്കൻഡ് എന്ന് പറയുന്നതിനെ മൈക്രോ സെക്കൻഡായിട്ട് മാറ്റുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് വരും. അതിനകത്ത് മൈന്യൂട്ടായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയാണ് 0.79 എന്നുള്ളത് 0.785 മൈക്രോ സെക്കൻഡായി മാറിയത്. അവിടെയാണ് വിയപുരത്തിന് 0.790 ആയതോടുകൂടി 0.005 മൈക്രോ സെക്കൻഡിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഒരു എഞ്ചിനീയർ കാര്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും രാവിലെ ഇരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു അനഘ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കട്ടെ, ഈ സാങ്കേതിക വിദഗ്ധർ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കട്ടെ വില്ലേജ് ബോട്ട് ക്ലബിനോട്. അവർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്, ആവേശപൂർവ്വമാണ് തുഴയെറിഞ്ഞത്. പിന്നെ എനിക്കൊരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ട്. ഈ ഇന്നലെ യഥാർത്ഥത്തിൽ വിജയി പള്ളാത്തുരുത്തിയാണ് എങ്കിൽ പോലും ഈ വിയപുരവും ഒക്കെ തുല്യമായി തന്നെ സമ്മാനത്തിന് അർഹരാണ് എന്നതാണ് എൻ്റെ പക്ഷം.